ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തിലെ ആദ്യത്തെ ഷഷ്ടിവ്രതം വരുന്നത് നാളെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ച നമ്മുടെ വളർപ്പിറ ഷഷ്ടിവ്രതമാണ് വരുന്നത്. വളർപ്പിറ ഷഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ ഇതിൽ കൂടുതൽ അനുയോജ്യമായ ഒരു ദിനം ഇല്ല എന്ന് തന്നെ പറയാമെന്ന്. അതുമാത്രമല്ല, ഒരുപാട് കാലങ്ങളായി സന്താന ഭാഗ്യങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങിപ്പോയി എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും എനിക്ക് ആ സന്താന ഭാഗ്യം ഞാൻ വിശ്വസിക്കുന്ന ദൈവം തന്നിട്ടില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർക്കുക. നാളെ നിങ്ങൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഈ 2025 അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞു ഓമന ഉണ്ടാകും. അത് സുബ്രഹ്മണ്യ സ്വാമി തന്നെ ആയിരിക്കും. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ വ്രതം അനുഷ്ഠിക്കുക. ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാമോ കാര്യങ്ങളിലൂടെ കടന്നു വന്നു കഴിഞ്ഞു, എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അനുഭവിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രായമാവുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അതെല്ലാ പ്രശ്നങ്ങളൊന്നും കാര്യമല്ല, എനിക്കൊരു സന്താനമില്ലാത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏക ദുഃഖം എന്ന് പറയുന്നവരോടായിട്ടാണ് ഞാൻ പറയുന്നത്. തമിഴിലൊരു ചൊല്ലായ ഷഷ്ടിയിൽ വ്രതം ഇരുന്നാൽ അകപ്പയ്യിൽ കുട്ടികൾ ഉണ്ടാകുമെന്ന്. അതായത് ഷഷ്ടി മാസത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ ഉദരത്തിൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായും പെടാപാടുപെടുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഏറ്റവും ഒരു അനുയോജ്യമായ ദിവസം തന്നെയാണ് ജനുവരി മാസം 5-ാം തീയതി എന്ന് പറയുന്നത്. ഇനി ചിലർക്ക് സംശയമുണ്ടാകും, സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണോ മാഡം ഞങ്ങൾ നാളെ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും ശരി, ഇത്രയും ദിവസം നടന്നു കിട്ടാത്ത ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം നേടണം, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം, ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണം, ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണം, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും നാളെ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഏക ദൈവം എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ്. നമുക്ക് എത്ര ഇഷ്ടദൈവങ്ങൾ ഉണ്ടായാലും ശരി, നമ്മൾ ഏതെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നു, ഞങ്ങൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ നാരായണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നവരാണ് എന്നിങ്ങനെ നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മുടെ ജീവിതം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുരുക ഭഗവാനെ വഴിപാട് ചെയ്യണമെന്നാണ് പറയുന്നത്. അത്രയും അതിശക്തിയായ മുരുക ഭഗവാന്റെ വ്രതത്തിൻ്റെ ഒന്നാണ് ഈ ഷഷ്ടിവ്രതം എന്ന് പറയുന്നത്. മാത്രമല്ല, തൈപ്പൂയ വ്രതം വരികയാണ് ഫെബ്രുവരി മാസം 11-ാം തീയതി. തൈപ്പൂയ വ്രതവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വ്രതമാണ്. അതിനെക്കുറിച്ച് നേരത്തെ ഇതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 48 ദിവസത്തെ തൈപ്പൂയ വ്രതത്തിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് മാസം തോറും വരുന്ന വളർപ്പിറ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും. ചിലർ ഇപ്പോൾ തന്നെ പറയും, ഞങ്ങൾക്ക് മാസം തോറും വ്രതം എടുക്കാൻ സാധിക്കുന്നില്ല, ഒരു മാസം, അതായത് ധനുമാസത്തിലെ ആദ്യത്തെ ഷഷ്ടിയായ നാളത്തെ മാത്രം എടുത്താൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരവരുടെ താല്പര്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതോ ചെറുതോ എന്ന് നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഷഷ്ടിവ്രതം തുടരണോ, അല്ലെ നമുക്ക് ഷഷ്ടിവ്രതം ഒരു മാസം മാത്രം എടുത്താൽ മതിയോ എന്ന് ചിന്തിക്കാം. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഈ വർഷത്തിലെ ഏത് ഷഷ്ടിയും എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒന്നാണ് നമുക്ക് തുലാമാസത്തിൽ വരുന്ന മഹാസ്കന്ധ ഷഷ്ടിവ്രതം. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എന്ന വണ്ണം മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിനായി എടുക്കാവുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. ഇനി എങ്ങനെ എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടാകും. ചിലരാകട്ടെ പൂർണ്ണ ഉപവാസം, അതായത് രാവിലെ 6 മണി മുതൽക്ക് വൈകുന്നേരം 6 മണി വരയ്ക്കും ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട്. ചിലരാകട്ടെ രാവിലെ 6 മുതൽക്ക് വൈകുന്നേരം 6 വരെ വെള്ളം പോലും കുടിക്കാതെ വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട്. ചിലർ രാവിലെയും രാത്രിയും ഭക്ഷണം ഒഴിവാക്കി ഉച്ച സമയത്ത് മാത്രം നമ്മുടെ അരി, ഉണക്കലരി കൊണ്ടുള്ള ആ ഒരു ഭക്ഷണം ഉണ്ടാക്കി അതിൽ കുറച്ച് എന്തെങ്കിലും
പുളിയൊന്നും അധികം ചേർക്കാത്തതും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഒരു ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട്. ചിലരാകട്ടെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം ഒരു നേരം ഭക്ഷണമായി കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട്. അതെല്ലാം തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ വ്രതമനുഷ്ഠിച്ചത് അതിനെ എടുക്കാവുന്നതാണ്. ഇനി പുതിയതായിട്ട് വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ വെറും പാല് മാത്രം കുടിച്ച് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ വെറും പാല് കുടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടോ നിങ്ങൾക്ക് വ്രതമെടുക്കാം. അതല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കാം. അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസത്തിന് നിങ്ങളുടെ ആരോഗ്യം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് വ്രതം എടുത്താലും പൂർണ്ണമായിട്ടുള്ള ഫലം തന്നെയാണ്. വ്രതം എടുക്കാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഒരു നേരം ഭക്ഷണം കഴിച്ച് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതു തരത്തിലുള്ള വ്രതങ്ങൾ വേണമെങ്കിലും അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി നാളെ നമ്മൾ എപ്പോഴാണ് ഈ തിഥി തുടങ്ങുന്നത് എന്നാൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഷഷ്ഠി തിഥി തുടങ്ങുന്നുണ്ട്. നാളെ രാത്രി 8:17 വരയ്ക്കും നമുക്ക് ഷഷ്ഠി തിഥി ഉണ്ട്. അതിനാൽ നിങ്ങൾക്ക് നാളെ പൂർണ്ണമായിട്ടും ഷഷ്ഠി വരുന്നുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ നാളെ ക്ഷേത്ര ദർശനം നടത്തി വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നാളെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചുവന്ന അരളിപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്ത് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് വേലുണ്ടെങ്കിൽ അതിന് അഭിഷേകം ചെയ്ത് അതിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് നമുക്ക് ഷഡ്കോണ കോലം വരച്ച് അതിൽ 6 മൺവിളക്കുകൾ കൊണ്ട് നമുക്ക് നെയ്യൊഴിച്ചോ നല്ലെണ്ണയൊഴിച്ചോ ദീപം തെളിയിച്ചുകൊണ്ട് മുരുക ഭഗവാന്റെ മന്ത്രമായ ഓം വജദ്ഭൂവേ നമ, ഓം വജദ്ഭൂവേ നമ, ഓം വജദ്ഭൂവേ നമ എന്നുള്ള മന്ത്രം 108 തവണ ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഓം ശരവണ ഭവായ നമ, ഓം ശരവണ ഭവായ നമ, ഓം ശരവണ ഭവായ നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ്. ശരവണന് 1000 പേരുകളാണുള്ളത്. ഇതിൽ കാർത്തികേയൻ, സ്കന്ദൻ, ശരവണൻ, മുരുകൻ, അഴകൻ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ നീണ്ടു പോകുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് പേര് വിളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ഭഗവാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് ഈ ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മുരുക ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിത്തരുന്നതായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അതിനാൽ ആ വിശ്വാസത്തോടു കൂടി നാളെ ഷഷ്ഠിവ്രതത്തിൽ സ്കന്ദ ഷഷ്ഠി കവചം നിങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ്. ഷഷ്ഠി കവചവും വേൽമാറലും തിരുപ്പുകഴുമെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ നമുക്ക് ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അത് ശത്രുദോഷമായിക്കോട്ടെ, ആരോഗ്യപരമായ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തികപരമായ പ്രശ്നമായിക്കോട്ടെ, ജീവിതത്തിലെ തടസ്സങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ ഒരു സമയങ്ങളിൽ മുരുക ഭഗവാന് മുന്നേ നമുക്ക് മുരുക ഭഗവാന്റെ വേൽ വന്ന് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എപ്പോഴും പറയുന്നത് വേൽമാറലിനും സ്കന്ദഷഷ്ഠി കവചത്തിനും തിരുപ്പുകഴിനും അത്രയേറെ ശക്തിയാണ് ഉള്ളത്. ഒരുപാട് പേരുടെ രോഗങ്ങൾ മാറ്റിയ ഒന്നാണ് തിരുപ്പുകഴ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ച കൊണ്ടുതന്ന ഒന്നാണ് വേൽമാറൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കന്ദഷഷ്ഠി കവചം എന്ന് പറയുമ്പോൾ ധൈര്യത്തിനായും ജീവിതത്തിലെ എങ്ങനെ എന്ത് എവിടെ അവസാനിക്കുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയങ്ങളിൽ നമുക്കൊരു താങ്ങായും തണലായും നിൽക്കുന്ന ഒന്നാണ് സ്കന്ദഷഷ്ഠി കവചം എന്നും പറയുന്നത്. സ്കന്ദഷഷ്ഠി കവചം എഴുതുവാൻ ഇടവന്നത് പോലും ബാലദേവരായർ സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ മാറ്റിക്കൊടുത്തത് മുഖാന്തരവും അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് മുഖാന്തരവും ഭഗവാനോടുള്ള ആ ഒരു കടപ്പാടിൻ്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. ഭഗവാനോടുള്ള ഭക്തിയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. ഭഗവാനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ബാലദേവരായർ സ്വാമികൾ സ്കന്ദഷഷ്ഠി കവചം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളത്. തീർത്താൽ തീരാത്ത വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഉള്ളുരുകി മുരുക ഭഗവാനെ വിളിച്ചാൽ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന 2 കണ്ണുനീർ മാത്രം മതി ഭഗവാന്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുവാനായിട്ട്. ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് നമ്മുടെ വിശ്വാസവും സ്നേഹവും ഭക്തിയും മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുക. ഷഷ്ഠിവ്രതത്തിന് ഒരുപാട് മഹത്വമാണുള്ളത്. ജീവിതത്തിൽ എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായും എല്ലാം തന്നെ നിങ്ങൾ പെടുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അവസാനം എന്ന നിലയിൽ നിങ്ങൾ
2025 ജനുവരി മാസത്തിൽ നാളെ വരുന്ന, അതായത് ജനുവരി 5 വരുന്ന ഷഷ്ടി വിട്ടുകളയരുത് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേർ സന്താന ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.